കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ഇതുവരെയുള്ള കുറ്റപത്രങ്ങൾ ഹാജരാക്കാനും ഉത്തരവിട്ടു. കോടതി ഇടപെടൽ അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുമെന്നായിരുന്നു ഇഡി അഭിഭാഷകന്റെ വിശദീകരണം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം ദേവരാജ്, കരുവന്നൂർ കേസിൽ ഇന്ന് ഹൈക്കോടതി എന്തൊക്കെ പരാമർശങ്ങളാണ് അതൃപ്തിയോടെ നടത്തിയത്? കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഹർജി അതിൽ അലി സാബ്രി എന്നയാൾ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ഇഡിക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇഡി നടത്തുന്ന കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസന്വേഷണം ഇഴയുന്നതിൽ ഇഡി നടത്തുന്ന കേസന്വേഷണങ്ങൾ ഇഴയുന്നതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്വേഷണ വഴിയിലെ കോടതികളുടെ ഇടപെടലുകളാണ് അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുന്നത് എന്നായിരുന്നു ഇഡി നൽകിയ വിശദീകരണം. ഇഡിയുടെ അഭിഭാഷകൻ നൽകിയ വിശദീകരണം സംസ്ഥാന സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നത് കോടതികൾ സ്റ്റേ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാനാകുന്നില്ല എന്നും ഇഡിയുടെ അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തു. പകുതിയിലേറെ അന്വേഷണങ്ങൾ പൂർത്തിയായി എന്നാണ് ഇഡി ഹൈക്കോടതി അറിയിച്ചത്. മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ഇഡിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിലവിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനൊപ്പം 12 സർവീസ് സഹകരണ ബാങ്കുകളിൽ കൂടി അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ ഇഡിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.